ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പിക്കാരാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് എം പി കൂടി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ വലിയ കഥകൾ പ്രചരിപ്പിക്കുന്നു. വാസ്തവം ഉണ്ടാവുമോ? ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡൽഹി എഡിഷനിലാണ്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അല്ല, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ രണ്ടും രണ്ട് പത്രമാണല്ലോ. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡൽഹി എഡിഷനിൽ വന്ന വാർത്തയാണ്. ഇന്നിപ്പോൾ ദേശാഭിമാനി പത്രത്തിലെ വാർത്ത കോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാം പേജിൽ ഒരു സൂപ്പർ ലീഡ് സ്റ്റോറിയാണ്. കേരളത്തിലെ കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക്. അത് കഴിഞ്ഞിട്ട് ബി ജെ പി കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് വാർത്ത പുറത്തുവിട്ടത് ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് ഒരു ബുള്ളറ്റിട്ട് ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഒരാൾ പോകുന്നു എന്നല്ലേ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞത്. ദേശാഭിമാനി അങ്ങനെയല്ല പറയുന്നത്. സംശയത്തിൻ്റെ നിഴലിൽ തെക്കൻ ജില്ലയിൽ നിന്നുള്ള 2 പേരും കണ്ണൂർ മേഖലയിലെ 2 പേരും, അപ്പോൾ 4 പേര് പോകുന്നതാണ് CPM മുഖപത്രം പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ തെക്കൻ ജില്ലയിലുള്ള കോൺഗ്രസിൻ്റെ എം പിമാർ ആരൊക്കെയാണ്? തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, പിന്നെ ആരാ? കൊല്ലത്ത് കോൺഗ്രസ് അല്ല, പ്രേമചന്ദ്രൻ അവിടെ നിൽക്കട്ടെ. പിന്നെയുള്ളത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്. ഇതാണ് കോൺഗ്രസിൻ്റെ എം പിമാർ. പിന്നെ കാലങ്ങളായി ഇങ്ങനെ CPMകാർ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന മോദിയുടെ പ്രിയപ്പെട്ട ആളാണ് പ്രേമചന്ദ്രൻ, കൊല്ലത്ത്. അപ്പോൾ 4 പേര് വേണം. കോൺഗ്രസ് അല്ല, UDF എന്ന് പറയാം. ഇനി കണ്ണൂരേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണൂർ മേഖല എന്ന് പറയുന്നത് ഒരു ബുദ്ധിപൂർവ്വം പറഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ മേഖലയിൽ കണ്ണൂർ എത്ര പേരുണ്ട്? ഷാഫി പറമ്പില വടകരയിൽ നിന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ തോന്നില്ല. CPMകാർക്ക് പോലും വിശ്വാസം വരത്തില്ല ഷാഫി ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ. പിന്നെയുള്ളത് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, പിന്നെ പാലക്കാട് VK ശ്രീകണ്ഠൻ. കണ്ണൂർ മേഖല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണൂർ മേഖലയിൽ പാലക്കാട് വരുമെന്ന് അറിയില്ല. മലബാർ മേഖല എന്ന് പറയുന്നത് പക്ഷേ മലബാർ മേഖല എന്ന് പറയുന്നത് കണ്ണൂർ മേഖല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടും. ആശയക്കുഴപ്പമുണ്ടാക്കാനാണ്. പിന്നെയുള്ളത് ശ്രീകണ്ഠൻ പാലക്കാട്. പിന്നെ കണ്ണൂർ BJP അല്ല, സുധാകരൻ. അപ്പോൾ സുധാകരനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴും കണ്ണൂർ മേഖലയിൽ 2 പേരെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണേൽ കണ്ണൂർ മേഖല വയനാടായിട്ട് എടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കായിരുന്നു. അപ്പോൾ ഏതായാലും ഇവർ പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സുധാകരൻ, സുധാകരൻ KPCC പ്രസിഡന്റ്, അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളത് ഏറെക്കാലമായി പറയപ്പെട്ട കാര്യമാണ്. അപ്പോൾ അനൗദ്യോഗികമായി മനസ്സിലാക്കുന്ന ബി ജെ പിയുമായി അദ്ദേഹം ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ബി ജെ പിയിലെ ചില ആളുകളുടെ സമയോചിതമല്ലാത്ത, അല്ലെങ്കിൽ അവസരോചിതമല്ലാത്ത ചില ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹം ആ നില മാറ്റിയതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുധാകരൻ ഇപ്പോഴും ഈ സംശയത്തിൻ്റെ നിഴലിലാണ്, അല്ലെങ്കിൽ സുധാകരൻ ഒരു BJP അനുഭാവിയാണ്. പണ്ട് ഷാഹിക്ക് കാവൽ നിന്ന കാര്യമൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ സുധാകരന് KPCC പ്രസിഡന്റ് പദവി കൊടുത്തത്. അതെ, അതിപ്പോൾ പുള്ളി കൊടുത്തു. ഇലക്ഷന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ് സ്ഥാനം തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ പുള്ളി അതൃപ്തി പ്രകടിപ്പിച്ചു. അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടേ. സുധാകരനോട് ഒരിക്കൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, താങ്കൾ BJPയിലേക്ക് പോകുമോ? അദ്ദേഹം പറഞ്ഞ മറുപടിയുള്ള ക്ലാസ് മറുപടിയാണ്. കേരളത്തിൽ അതുപോലെ മറുപടി പറയാൻ വേറൊരു ആൺകുട്ടിയില്ല എന്ന് പറയുന്നൊരു മറുപടിയാണ്. എനിക്ക് തോന്നിയാൽ ഞാൻ പോകും, തോന്നിയില്ലേ പോകത്തില്ല. സിമ്പിൾ മറുപടി. കറക്റ്റ് അല്ലേ? എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് തോന്നിയില്ലേ പോകത്തില്ല. ഞാനിപ്പോൾ KPCC പ്രസിഡൻ്റാണ്. നാളെ ഞാൻ കോൺഗ്രസിൽ പോവുമോ, അല്ലെങ്കിൽ CPM പോവുമോ, അല്ലെങ്കിൽ BJP പോവുമോ, ഇതൊന്നും ഒരാൾക്കും, സുധാകരനല്ല ഏതൊരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല. കാരണം സിനുവിനോ എനിക്കോ നാളെ കോൺഗ്രസിൽ പോവാം, CPM പോവാം, BJP പോവാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ ചോയ്സാണ്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് 10 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞോ എന്ത് സംഭവിക്കുന്നു ഇപ്പോഴെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുധാകരൻ പറഞ്ഞ മറുപടി എനിക്ക് തോന്നുന്നില്ല അത്രയും തൻ്റെ ഇടത്തോടുകൂടി മാധ്യമങ്ങളെ കൂസാതെ എനിക്ക് തോന്നിയാൽ പോവും, തോന്നിയില്ലേ പോകത്തില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരൊറ്റ നേതാവും ഇല്ല. ശരിയല്ലേ? ആരോടെങ്കിലും CPMൽ ഒരു നേതാവോട് ചോദിച്ചു പോകുമോ, നിങ്ങൾ BJP പോവോ? ചിലപ്പോൾ അയാൾ തന്തയ്ക്ക് വിളിക്കും. സിമ്പിൾ. കാരണം അങ്ങനെയാണ്. അതൊക്കെ അപ്പം ആലോചിക്കും എന്ന് പറയാനുള്ള ഒരു ആർജവം. അപ്പം ആലോചിക്കും എന്ന് പറഞ്ഞാൽ പോകും എന്നല്ല, പോകത്തില്ല എന്നുമുണ്ട്, അല്ലേ? അപ്പോൾ അതൊന്ന്. അപ്പോൾ സുധാകരനെ ചാപ്പ തൊട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് മലബാറിൽ നിന്ന് കണ്ടുപിടിക്കാവുന്ന ഒരാൾ ഈ പറയുന്നൊന്നുമല്ല. മലബാറിൽ നിന്ന്, ഞാൻ കണ്ണൂരല്ല പറയുന്നത്, മലബാറിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് CPMലേക്കല്ല, CPMലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുടെ ഞാൻ പേര് പറയാം. എന്നാൽ BJPയിലേക്ക് പോകാൻ സാധ്യത ഉള്ള, എന്നാൽ BJPക്കും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിച്ച എന്ന് സ്വയം പേര് മാറ്റി ചന്ദനക്കുറി വരെ കാസർഗോഡ് നിന്ന് മാറ്റിയ ആളാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നത് BJPക്ക് വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു ക്ലൗട്ട് അങ്ങനെയാണ്. പക്ഷേ BJPക്ക് കിട്ടിയാൽ മുതൽക്കൂട്ടാവുന്ന ഒരാളുണ്ട്, അത് MK രാഘവനാണ്. അല്ലേ? ഏറ്റവും സൗമ്യ കോഴിക്കോട്ടെ എം പി. എന്നാൽ അദ്ദേഹം സംസ്ഥാനത്ത്
ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. വേണമെങ്കിൽ ശശി തരൂരിൻ്റെ ഒരു നിഴലോ അടുപ്പക്കാരനോ റൈറ്റ് ഹാൻഡോ ഒക്കെ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് മലബാറിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്ന ആളുകൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും പ്ലീസിംഗ് ആയ കാൻഡിഡേറ്റ് MK രാഘവനാണ്. പിന്നെയുള്ളത് സുധാകരൻ. ഓഫ് കോഴ്സ് സുധാകരനെ BJP പ്രതീക്ഷിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം സുധാകരനെ സംബന്ധിച്ച് സുധാകരനെതിരെ വലിയ പടയൊരുക്കാണ്. ഒരു പക്ഷേ KPCC പ്രസിഡൻറ്റിൻ്റെ ചുമതല ഹസന് കൊടുത്തിട്ട് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞ് തിരിച്ചു കിട്ടാതിരുന്ന ഒരു അവസരമുണ്ടല്ലോ. അങ്ങനെ ഹസൻ അതിലിരുന്നാൽ കൊള്ളാം. ഹസനായിരുന്നു പല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പകരക്കാരനായിട്ട് KPCC അധ്യക്ഷനാവുന്നത്. അങ്ങനെ ഹസൻ അതിൽ ഉറച്ചു പോയിരുന്നെങ്കിൽ ഒരു സംശയമില്ല, സുധാകരൻ BJPയിൽ പോകുമായിരുന്നു. അതുകൊണ്ടാണ് പദവി തിരിച്ചു കൊടുത്തത്. കൊടുക്കില്ല സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സീറ്റിൽ ഇനി സുധാകരൻ വരരുത് എന്നാഗ്രഹിച്ചെങ്കിലും അത് കൊടുക്കേണ്ടി വന്നത് സുധാകരനെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതുകൊണ്ടാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ MK രാഘവൻ അവിടെ നിൽക്കട്ടെ. നമുക്കിനി തെക്കൻ കേരളത്തിലേക്ക് വരാം. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കാലങ്ങളായി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുമെന്ന് CPM ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തീർച്ചയായും ശശി തരൂരാണ്. അതെ, ഉറപ്പായും. ശശി തരൂരിനെ സംബന്ധിച്ച് അതിന് ഒരുപാട് ലോജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ശശി തരൂരിൻ്റെ അദ്ദേഹം ഈ എന്ത് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് MP ആയി എന്നൊക്കെ ചോദിച്ചാൽ ഒരു ബിഗ് ഹീറോയാണ്. അദ്ദേഹം ഈ ഒരു ഇമേജ് ഉണ്ടാക്കി, താനൊരു ലോക പൗരനാണ്, വിശ്വപൗരനാണ്, ഐക്യരാഷ്ട്രസഭയിൽ എന്തോ ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് വളരെ ചാമിങ് ആയിട്ടുള്ള പേഴ്സണാണ്. വേണം രാഷ്ട്രീയക്കാരിലെ ഒരു ചോക്ലേറ്റ് ബോയ് എന്ന് പറയാവുന്ന ഈ പ്രായത്തിലും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്ത്രീകളെ അദ്ദേഹത്തിനും ഇഷ്ടമാണ്. അങ്ങനെ പോകുന്ന ഒരു ആളാണ്. ഒരു പൂവാലൻ എന്ന് പറയാവുന്ന ഒരു സുന്ദര പൂവാലനാണ് രാഷ്ട്രീയത്തിൽ ശശി തരൂർ. ആൾക്ക് ഇഷ്ടമാണ്. അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ഒരു ഉണ്ടാക്കും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും തിരുവനന്തപുരക്കാർക്കറിയാം. ശശി തരൂർ ഒന്നും ചെയ്തിട്ടില്ല. ശശി തരൂർ ഒന്നും ചെയ്യാനും പോകുന്നില്ല. എന്നാൽ അദ്ദേഹം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, കൂടെ നിന്ന് സെൽഫി എടുക്കും. പെണ്ണുങ്ങളുടെ വലിയ സംഘത്തിലാണ് അദ്ദേഹത്തിന് പെരുത്ത സന്തോഷം. ഇങ്ങനെയൊക്കെയാണ് ശശി തരൂരിൻ്റെ ഒരു പ്രകടന രീതി. പക്ഷേ അത് സ്ത്രീകൾ എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, ആ ലെവലിൽ ആ കാറ്റഗറിയിലും അദ്ദേഹം സുപരിചിതനാണ്. പക്ഷേ ശശി തരൂരിന് ഒരു MP ആയി ഇനിയും പാർലമെൻറ്റിൽ ഇരുന്നാൽ മതിയോ? അത് പറ്റില്ല. അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുമായിട്ടും അത്ര സുഖമല്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങൾ, അദ്ദേഹത്തെ പിന്നെ മനസ്സോടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തരൂരിനെ സംബന്ധിച്ച് അടുത്ത 5 വർഷക്കാലം ഇനിയും നിന്നിട്ട് ഒരു വെറും ഇന്ത്യൻ പാർലമെൻറ്റിലെ വെറും ഒരു MP എന്ന നിലയിൽ താൻ അസ്തമിച്ചു പോകണോ എന്നൊരു പ്രായോഗികമായ ചോദ്യം തരൂരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തരൂരിനെ സംബന്ധിച്ച് തരൂരിന് കുറേ കൂടെ വളരാനും അദ്ദേഹത്തിന് ഒരു മാന്യമായ ഒരു പൊസിഷനിലിരുന്ന് റിട്ടയർമെൻറ്റ് കിട്ടുമെങ്കിൽ അതിന് BJP തന്നെയാണ്. അത് കേന്ദ്രമന്ത്രി പദമായിരിക്കുമോ പ്രതീക്ഷിക്കുക? കേന്ദ്രമന്ത്രി പദം ശശി തരൂരിന് കിട്ടുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. കാരണം അദ്ദേഹം സമീപകാലങ്ങളിൽ അദ്ദേഹം മോദിക്ക് അനുകൂലമായ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, കാരണം അത് ഞാൻ കരുതുന്നത് ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ കോൺഗ്രസ്സുകാരനായിരിക്കുന്നു, കോൺഗ്രസിൻ്റെ അജണ്ടകളൊക്കെ ഏറ്റെടുക്കുന്നു. എന്നാൽ അന്ധമായ ഒരു മോദി വിരോധം പുള്ളിക്കില്ല. മോദിയുടെ പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന് പോസിറ്റീവ് എന്ന് തോന്നാം. മോദി പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നു എന്നൊരു അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹം അതുകൊണ്ട് തന്നെ. പക്ഷേ ശശി തരൂരിന് അത് വളരെ പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ബാരിയേഴ്സ്, പാർട്ടിയുടെ വരമ്പുകൾ മറികടന്നു പോലും അതിനെ ശ്ലാഘിക്കുന്നൊരു നിലപാട് ശശി തരൂർ എടുത്തിട്ടുണ്ട്. ശരിയെന്ന് തോന്നുന്നത് നല്ലതിനെ അഭിനന്ദിക്കും. അത് കാണിക്കുന്ന കേരളത്തിലെ ഏക രാഷ്ട്രീയക്കാരൻ ശശി തരൂരാണ്. അതൊരു ക്വാളിറ്റിയാണ്. രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് നാടിൻ്റെ പൊതുവായ കാര്യം വരുമ്പോഴത്തേക്ക് അതങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിൽക്കുക എന്നൊരു നിലപാട് ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ ആ കാര്യത്തിൽ ശശി തരൂരിൻ്റെ ഒരു ക്വാളിറ്റി അംഗീകരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ശശി തരൂർ വരുന്നത് BJPക്കും നല്ലതാണ്. BJPക്ക് ഒരു നാഷണൽ ഫിഗർ വേണം, ഒരു ഇൻ്റർനാഷണൽ ഫിഗർ എന്നൊക്കെ വേണം. ഒരു UN പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഇൻ്റർനാഷണൽ ഫിഗർ എന്നൊക്കെ പറയാം. ശശി തരൂരിന് വന്നാൽ വേണമെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് BJPക്ക് ഇത്രയും സ്വാധീനമുണ്ടായിട്ടും BJPക്ക് കിട്ടേണ്ട വോട്ടുകളിൽ, പ്രത്യേകിച്ച് നായർ വോട്ടുകളിൽ നല്ല ശതമാനം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നൊരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അതിൽ ചില ആളുകൾ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണമുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതായി ആര് പറയുന്നത്? ദേശാഭിമാനി എന്ന് പറയുന്നുണ്ട്. അത് ശശി തരൂരാണ്. പക്ഷേ ഞാൻ പറയുന്നത് ശശി തരൂരിനേക്കാളും BJPക്ക് ഗുണം ചെയ്യുന്ന മറ്റൊരാളുണ്ട്. അത് അടൂർ പ്രകാശാണ്. ആറ്റിങ്ങലിൽ വീണ്ടും മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി എന്നതിൽ അടൂർ പ്രകാശിൻ്റെ ഒരു വലിയ ജനസമ്മതി ആ മണ്ഡലത്തിലായുണ്ട്. അദ്ദേഹം അടൂരുകാരനായിട്ടും
ആറ്റിങ്ങലിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം മത്സരിക്കേണ്ട എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെ, നിയമസഭയായിരുന്നു ലക്ഷ്യം. അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ UDF ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം പോലും അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളായിരുന്നു അടൂർ പ്രകാശ്. ഇനിയും സാധ്യതയില്ല എന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പാർലമെൻറ്റിലേക്ക് പോയി ഇപ്പോഴത്തെ ഒരു 99 സീറ്റുള്ള കോൺഗ്രസ് ഒരു MPയെ നഷ്ടപ്പെടുത്തി അയാളെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കുമെന്ന് കരുതാൻ പറ്റില്ല. അപ്പോൾ ശശി തരൂരിന് കേരള മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹമുണ്ട്. പക്ഷേ പാർലമെൻറ്റിൽ തന്നെ നിൽക്കേണ്ടി വരും. അത് വേണ്ട എന്ന് പറയും. അടൂർ പ്രകാശിന് ആഗ്രഹമുണ്ട്, അത് പറ്റില്ല. കൊടിക്കുന്നിൽ സുരേഷിന് ആഗ്രഹമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷാണ് ഇപ്പോൾ ഏറ്റവും സീനിയർ മോസ്റ്റ് MP. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരെ ഈ 3 സീറ്റുകളിൽ നിന്ന് പാർലമെൻറ്റ് സീറ്റ് വിട്ടിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി സമ്മതിക്കത്തില്ല. പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ, അതായത് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ഉയർന്നതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ കൂടെ എപ്പോഴും കാണുന്ന ഒരാളുണ്ട്, KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ ആയിരിക്കില്ലേ കേരളത്തിലെ കാര്യങ്ങൾ അന്തിമമായി ഇനി തീരുമാനിക്കുക? ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഞാൻ പറയുന്നത് അവരുടെ സാധ്യത പറഞ്ഞാൽ KC വേണുഗോപാലിനും ഒരു അധികാരം വേണമല്ലോ. KC വേണുഗോപാലിന് അടുത്ത 5 വർഷക്കാലം രാഹുൽ ഗാന്ധിയുടെ നിഴലായിട്ട് നിൽക്കണോ, അതോ കേരളത്തിൽ സതീശനെ മുഖ്യമന്ത്രിയാക്കണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കേരളത്തിൽ UDF ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു സംശയം വേണ്ട, സതീശൻ കേരള മുഖ്യമന്ത്രി ആവത്തില്ല. KC വേണുഗോപാലേ ആവത്തുള്ളൂ. അതൊരു വലിയ വെട്ടായിരിക്കും. ഉറപ്പായിട്ടും KC വേണുഗോപാലേ കേരളത്തിൽ മുഖ്യമന്ത്രി ആവത്തുള്ളൂ. KC വേണുഗോപാലാണോ ഈ ശശി തരൂരിനെ അടൂർ പ്രകാശിനെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കാതെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ആയിരിക്കാം. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം അത്ര ആരോഗ്യകരമല്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശശി തരൂരും സതീശനും സുധാകരനും നല്ല ബന്ധത്തിലല്ല. അതിൽ തന്നെ സതീശനും സുധാകരനും നല്ല ബന്ധത്തിലല്ല. KC വേണുഗോപാലിൻ്റെ ഒരു അപ്രമാദിത്വത്തെ ഇവരെല്ലാം ഉള്ളാലെ എതിർക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരു ഗ്രൂപ്പാണോ 2 ഗ്രൂപ്പാണോ എന്നറിയില്ല. അടൂർ പ്രകാശിനൊരു ഗ്രൂപ്പുണ്ട്, ശശി തരൂരിനൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ വടക്കേ അറ്റമാണ് MK രാഘവൻ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സങ്കീർണമായ പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിൽ ഭരണം കിട്ടും എന്നുള്ളൊരു ടെമ്പോ പൊതുവിൽ ഒരു പ്രത്യാശ ഇപ്പോൾ UDF കോൺഗ്രസിനും ഉണ്ട്. അങ്ങനെ വന്നാൽ ആര് മുഖ്യമന്ത്രിയാവും? സതീശൻ മുഖ്യമന്ത്രി ആവത്തില്ലെന്ന് 50 രൂപ പത്രത്തിൽ ഇപ്പോൾ എഴുതി വെക്കാം. അത്ര ഉറപ്പാണ്. സതീശനെ ആക്കില്ല. പിന്നെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നമുക്കൊരു സഹതാപമൊക്കെ ഉള്ള ഒരാളുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്ത സതീശനൊക്കെ ഇപ്പോൾ ഞെളിഞ്ഞു നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ വിയർപ്പുണ്ട്. അതെ, രമേശ് ചെന്നിത്തല നമ്മൾ ഒരു കാലത്ത് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയൊക്കെ മാത്രം. രമേശ് ചെന്നിത്തല ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ കളിയാക്കിയ ആളുകളുണ്ട്. പക്ഷേ സ്പ്രിംഗ്ലർ മുതൽ എല്ലാം ചെന്നിത്തല പറഞ്ഞ എല്ലാം ശരിയായി വന്നു, തെളിവ് സഹിതം ശരി വന്നു. അപ്പോൾ അതിൻ്റെ ഈ UDF അനുകൂലമായി LDF വിരുദ്ധ CPM വിരുദ്ധ ബാൻഡ് വാഗൻ മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോയത്, നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ചെന്നിത്തലയാണ്. ആ ചെന്നിത്തലയെ നിഷ്കരുണം ഒഴിവാക്കിയത് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ ചതിയാണ്. അപ്പോൾ വേറെ കാര്യമുണ്ട്, കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. കരുണാകരനോട് ചെന്നിത്തല ചെയ്തത് എന്താണ് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ഏതായാലും കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ ഇപ്പോൾ ഉള്ള ആരേക്കാളും അർഹനായ ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അവസരം കിട്ടേണ്ടതാണ്. പക്ഷെ അതിന് സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് രമേശ് ചെന്നിത്തല നാളെ BJP പോവും. ഇത് പറയാൻ മറന്നുപോയി. BJP പോകുമെന്ന് CPM എക്കാലത്തും പറയുന്നൊരു നേതാവായിരുന്നു ചെന്നിത്തലയുടെ പശ്ചാത്തലത്തിൽ കുടുംബത്തിൽ ചില RSS ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഈ BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരാളല്ല, ഒന്നിലേറെ ആളുകളുണ്ട്. പറഞ്ഞത് 2, 3, 4 ദേശാഭിമാനി ചുമ്മാ തള്ളിയതാണെങ്കിലും നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരാളൊന്നുമല്ല, ഒരു 4 പേര് വരെയൊക്കെ വേണമെങ്കിൽ നാഞ്ഞു പിടിച്ചാൽ BJPയിലേക്ക് പോകാം. അപ്പോൾ ഒരു കൂറുമാറ്റ നിരോധനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ 4 പേരൊന്നും പോയാൽ പോരാ. ഇവിടെ 19 സീറ്റോ മറ്റോ ഇല്ലേ UDF. അപ്പോൾ പ്രേമചന്ദ്രൻ്റെയും ലീഗിൻ്റെയും മാറ്റി നിർത്തിയാൽ 17-16 സീറ്റുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പോയി 3-1 സീറ്റില്ലാണ്ട് പോകാനും പറ്റില്ല. പക്ഷെ അവിടെ ഒരു കടമ്പയുണ്ട്, അത് തീരുമാനിക്കുന്ന സ്പീക്കറാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏതായാലും ഈ അടൂർ പ്രകാശ് വന്നാലും മറ്റേ ശശി തരൂർ വന്നാലും MK രാഘവൻ വന്നാലും BJPക്ക് ഗുണമാണ്. വേണമെങ്കിൽ ഈ MP സ്ഥാനം പോയാൽ രാജ്യസഭയിൽ ഒരു സീറ്റ് കൊടുക്കാവുന്നത്. അതുകൊണ്ട് കേരളത്തിലെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു പേരുണ്ട്. നമ്മൾ നേരത്തെ പോലെ കേൾക്കുന്ന ഒരു പേരുണ്ടായിരുന്നു, കരുണാകരൻ്റെ മകൻ്റെ മുരളീധരൻ. എന്തെങ്കിലും സാധ്യത ഉണ്ടാവും? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുരളീധരനെ BJPക്കാരെ അടുപ്പിക്കത്തില്ല. കാരണം പത്മജയെ അവരെ ഏറ്റെടുത്തു. പത്മജയെ ഏറ്റെടുത്തുകൊണ്ട് ഇനി മുരളിയെ കൂടെ ചോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം അത് എവിടെ പോയാലും നമ്മൾ ഈ മൺട്രക്കിൻ്റെ പ്രതിമ വെക്കുന്ന പോലെയാണ് ഈ മനുഷ്യൻ. അദ്ദേഹം രാമനിലയത്തിൽ നിന്ന് ഗീത വായിക്കട്ടെ. ഏതായാലും നമ്മൾ ഈ സ്പെക്കുലേറ്റീവ് സ്റ്റോറികൾ ഇങ്ങനെ വർത്തമാനം പറയാൻ രസമാണ്, ആളുകൾക്ക് ഇഷ്ടമാണ്. അയാളായിരിക്കുമോ ഇയാളായിരിക്കുമോ. പിന്നെ
വേണമെങ്കിൽ സ്വന്തമായൊരു പാർട്ടി പോക്കറ്റിൽ നടക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ പ്രേമേന്ദ്രൻ. RSP എന്ന് പറഞ്ഞ പ്രേമേന്ദ്രനാണ്, പ്രേമേന്ദ്രൻ എന്ന് പറയുന്നതാണ് RSP. അതുകൊണ്ട് പ്രേമേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളിൽ ഏറ്റവും BJP ഇഷ്ടപ്പെടുന്നത് പ്രേമേന്ദ്രനെ ആയിരിക്കും. BJPക്ക് താല്പര്യം, നരേന്ദ്രമോദിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു സംശയം വേണ്ട, പ്രേമേന്ദ്രൻ BJP പോയാൽ പ്രേമേന്ദ്രൻ കേന്ദ്രമന്ത്രിയാവും. ഒരു എസ് മൂടിയാൽ മതിയായിരിക്കും ചിലപ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രേമേന്ദ്രനും നല്ല ബുദ്ധി തോന്നട്ടെ, അടൂർ പ്രകാശനും തോന്നട്ടെ, ശശി തരൂരിനും തോന്നട്ടെ, എല്ലാവർക്കും തോന്നട്ടെ. ഇങ്ങനെയൊക്കെ തോന്നി കുറേ പേരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും, ഭയങ്കര രസമായിരിക്കും അല്ലേ. ഒരു 2-3 പേര് എങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ പോയി എത്ര ദിവസം ചർച്ച ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കും കുറേ ചർച്ചയൊക്കെ ചെയ്യാം. കുറേ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഈ അലമ്പ് കേസും ഈ പെണ്ണുപിടുത്തവും ഒക്കെ മാറ്റിയിട്ട് നല്ല രാഷ്ട്രീയം സംസാരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ് എംപിമാരെ, നിങ്ങൾ BJPയിലേക്ക് ചേരുന്നുണ്ട്, പെട്ടെന്നാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.